ചേട്ടൻ്റെ നമ്പർ തന്നിട്ട് ഞാൻ ക്യാഷ് വാങ്ങിച്ചിരുന്നു. ഞാൻ ചെന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഈ ഹോട്ടലിൽ സജസ്റ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് അദ്ദേഹം പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം 2 പെൺകുട്ടികൾ വന്നിട്ട് ചേട്ടാ ഇത് സൂരജ് അല്ലേ? ഞാൻ ഏത് സൂരജ്? പടാത്ത ഭയങ്കര സീരിയൽ നായകനല്ലേ ഇത്? ഞാൻ സീരിയൽ കാണില്ല. അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾ സീരിയൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പോസ്റ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ടത്, മുന്നിലിരിക്കുന്ന ആൾക്കാർ ഇപ്പം മെയിൻ അല്ലേ മുന്നിലിരിക്കേണ്ടത്. അപ്പൊ അതാണ് സെൻട്രൽ ക്യാരക്ടർ. വഴിതെറ്റിപ്പോയതാണ്. ഇവൾ അവിടെ വന്നപ്പോ തൊട്ടേ വഴിതെറ്റി എല്ലാ ദിവസവും വഴിതെറ്റിട്ട് ആ വഴിക്കിടെ ഇന്ന് കണ്ണൂരെ ബ്ലോക്ക് എടുത്തപ്പോ ഇപ്പുറത്തോട് നിങ്ങൾ ഈ വഴി തെറ്റിയവരൊക്കെ ഈ പാവം ഡയറക്ടർ എടുത്താണല്ലോ എത്തിപ്പെടുന്നത്. നമ്മള് പടം ഇങ്ങനെ അനൗൺസ് ചെയ്ത് അറിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എൻ്റെ വീട് തുറക്കുമ്പോൾ മുമ്പിൽ ഒരു 2-3 ഷോട്ട് എനിക്ക് മഴ വേണമെന്ന് പറഞ്ഞിട്ട്, നമ്മൾ വലിയ പ്രൊഡ്യൂസേഴ്സ് ഒന്നും അല്ല. അപ്പോൾ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായ ഫണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നായകനും നായികയൊക്കെ വേറൊരു സീൻ എടുക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ. ഞാൻ പറഞ്ഞു പ്രമോട്ട വെക്ക് ക്യാമറ. പ്രമോട്ടന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രമോട്ടനായിട്ട് മേക്കപ്പ് പാർട്ടിയിൽ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പടത്തിലെ ഷോട്ട് ആ മഴ സീനാണ്. അപ്പോൾ ദൈവമായിട്ട് നമുക്ക് മഴ തന്നു, മോനെ നീ മഴ എടുക്കാതിരിക്കണ്ട, ഇതാ മഴ. അപ്പോൾ ഞാൻ 9 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ബാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം അവർ പണി നിർത്തും. അപ്പോൾ 9ാമത്തെ ദിവസം നമ്മുടെ പ്രൊഫഷണലിലെ മണിയേട്ടൻ ചായ കൊണ്ട് കൊടുക്കുമ്പം വിജേഷ് ഫണ്ടിന് കുഴപ്പമുണ്ടോ, പ്രശ്നമുണ്ടോ? കാരണം എന്നിട്ട് ചായ എടുത്തു. ഞാൻ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാൽ ചായ കൊടുക്കൂല, ചിലപ്പോൾ അപ്പോൾ എടുത്തു പോകും. ഞാൻ ഫണ്ടില്ല കൊടുത്തോ എന്ന് പറഞ്ഞാൽ. യോഗി ബാബു അദ്ദേഹത്തിന്റെ ഒരു കട്ടുണ്ട്. എന്റെ ഇപ്പോഴത്തെ രൂപമല്ല, മുടിയൊക്കെയുള്ള ക്യൂണിലത്തെ ഒക്കെ രൂപം. ക്യൂൺ കഴിഞ്ഞിട്ട് ക്യൂണിന്റെ തമിഴ് പടം വന്നപ്പോൾ അവര് ഓൾറെഡി അവിടുത്തെ ആർട്ടിസ്റ്റ് യോഗി ബാബുവിനെ ഒരു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആള് ഭയങ്കര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് 2 ഡയറക്ടേഴ്സ്മാർ വന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇതുവരെ ഇത്രയധികം പടം ചെയ്തിട്ട് 10-30 പടം ചെയ്ത് ഇതുവരെ പ്രണയം തന്നിട്ടില്ല ആരും. പ്രണയം ഓക്കെയാണ്, ഒരു പ്രണയെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന് ഞാനത് ഓക്കെ പറഞ്ഞു. അപ്പൊ അതില് ഒരുപാട് നന്ദിയുണ്ട് 2 ഡയറക്ടേഴ്സ്മാരോട്. ഭയങ്കര പശകാണ് ഇങ്ങനെ, ഭയങ്കര മോശമാണ്, ഒന്നും പറയാല്ലേ അല്ലേ? പറഞ്ഞോളൂ. ഇതൊക്കെ ഓപ്പോസിറ്റ് ഉള്ളതല്ലേ. ഹലോ, ഇറ്റ്സ് മീ യുവർ പൊന്നു വിത്ത് മാറ്റ്നു. ഒരു വടക്ക പ്രണയ പർവം എന്ന പടത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആ പടത്തിന്റെ ടീം അംഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്താണ് ഒരു വടക്കൻ പ്രണയ പർവം? തീരുമാനമായി പറഞ്ഞോ ഡയറക്ടർ പറഞ്ഞോ. എല്ലാരും കൂടി ഒരു കോളേജിലെ പ്രണയവും രാഷ്ട്രീയവും അങ്ങനെ എല്ലാം അതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഴയ ഒരു കോളേജ് ലൈഫ് കണക്റ്റ് ആവാൻ തരത്തിലുള്ള എല്ലാതും അതിലുണ്ടോ? നിങ്ങൾക്ക് കണക്റ്റ് ആയോ? നിങ്ങൾക്ക് അതിൽ ചെയ്യുമ്പോൾ എല്ലാവരോടും കോമൺ ആയിട്ടാണ് ചോദിക്കുന്നത്. ആ ഉത്തരവാദിയിൽ നിന്ന് തുടങ്ങാൻ അവർ പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പഴയ കാലഘട്ടത്തിലതല്ല, ഒരു 12 വർഷം പറയും, അത് അത്ര പഴയതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ അതിൻ്റെയൊക്കെ ഇന്നത്തെ ഒരു സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പുള്ള ആ തുടക്കം, ആ കാലഘട്ടത്തിൽ സിനിമ ഉദാഹരണം പറഞ്ഞാൽ തട്ടത്തിൻ മറയത്തൊക്കെ നടക്കുന്ന ഈ സിനിമ നടക്കുമ്പോൾ തട്ടത്തിൽ മറയത്ത് തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. അതൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പ്രണയവും രാഷ്ട്രീയവും. അപ്പോൾ ഇത് കണ്ണൂരിലെ എന്താ പറയുക വടക്കൻ പ്രണയപർവം എന്നാണല്ലോ പേര്. കണ്ണൂർ എസ് എൻ കോളേജിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ചിത്രീകരണം നടന്നത്. ഒരു ത്രൂ ഔട്ട് ക്യാമ്പസ് മൂവിയാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസ് മൂവി കണ്ണൂരിൽ വെച്ചിട്ട് ഇത്രയും, കണ്ണൂർ എസ് എൻ കോളേജിന് ഇത്രയും എന്താ പറയുക എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു പടം വരുന്നത്. ഫസ്റ്റ് ടൈം ആയിരിക്കും, എൻ്റെ ഓർമ്മയിലില്ല. കണ്ണൂർ എസ് എൻ കോളേജിലേക്ക് ഏതൊക്കെ ചെറിയ പോർഷൻസ് സിനിമയുടെ എടുത്തു എന്നല്ലാതെ ആ കോളേജിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ വരുന്നത് ആദ്യമാണ്. അപ്പോൾ വടക്കൻ പ്രണയ പർവം എന്ന് പറഞ്ഞാൽ പർവം, ഭീഷ്മപർവം മലയാളികൾക്ക് അറിയാം, മറ്റൊന്നും അറിയില്ലെങ്കിലും ഭീഷ്മപർവം അറിയാം. അപ്പോൾ പർവം എന്ന് പറഞ്ഞാൽ അധ്യായം, ചാപ്റ്റർ എന്നാണ് അർത്ഥം. അപ്പോൾ ആ 2012-13 കാലഘട്ടത്തിൽ നടക്കുന്ന വ്യത്യസ്ത തലത്തിലും ഒക്കെയുള്ള ഭാവഭേദങ്ങളും ഒക്കെയുള്ള പ്രണയങ്ങളുടെ ഒരു അധ്യായം. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇപ്പോൾ ഇതിലെ സോങ്ങിൻ്റെ ഇത് പുറത്തു വന്നപ്പോഴും അതിലും പോസ്റ്ററിലാണെങ്കിലും ഒരു പ്രണയ കിണർ അവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ പടത്തിലെ ഒരു മെയിൻ ഒരു ക്യാരക്ടറാണോ ഈ കിണർ?
ആണോ? ഇതിലെ നടനോട് പോസ്റ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ടത്. അപ്പൊ മുന്നിലിരിക്കുന്ന ആൾക്കാർ ഇപ്പം മെയിൻ അല്ലേ, മുന്നിലിരിക്കേണ്ടത് അതാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് സെൻട്രൽ ക്യാരക്ടർ. അങ്ങനെയൊന്നുമില്ല, പ്രണയക്കിണറുണ്ട് വളരെ പ്രധാനമായിട്ടല്ലേ, ക്യാമ്പസിന്റെ ഭാഗം ഒരു ഇമ്പോർട്ടന്റ് ആണ് അതെ ഈ അതെ പടത്തിൽ. അതെ അതെ. എന്തിനാണ് ഒരു കിണറിന് ഇങ്ങനെ പടികൾ വെച്ചിരിക്കണേന്ന് എനിക്ക് ആലോചിച്ചിട്ട് അത് ഇത് 1982 സ്ഥാപിതമായ കിണറാണ്. അന്ന് കിണറുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. ആണോ? ഒരു പടവുകളൊക്കെ ഉണ്ടാവും. ആ സ്റ്റൈൽ അത് അങ്ങനെ തുടരുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അവിടെ ഇരിക്കാം. ഇത് കോളേജിലാകുമ്പം അവിടെ ഇരിക്കാലോ. അപ്പൊ ഇരുന്ന് കോരും പ്രണയിക്കുന്നവർക്കൊക്കെ ഇരുന്ന് വർത്താനം പറയാം. അതായത് അവിടെ അങ്ങനെ ഉണ്ടല്ലേ പടത്തിൽ, അങ്ങനെ കോണി ഉണ്ടോ? അതേ വെറുതെ പോസ്റ്ററിൽ അല്ല, അങ്ങനെയാണ് അതില് മൊത്തം ഇരിക്കുമ്പോഴേ സ്പേസ് കുറവായിരിക്കില്ലേ, അപ്പൊ അങ്ങനെ അടിക്ക് ബാക്കിന് അങ്ങനെ അടിയിൽ ഇരിക്കാലോ. മനസ്സിലായില്ലേ? കറക്റ്റായില്ലേ? അതെ, ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ, ഫോട്ടോ ഒക്കെ എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിട്ട്. അപ്പൊ പ്രണയ കിണർ അതിലൊരു ഭാഗം തന്നെയാണ് നമ്മുടെ പടത്തിൽ. നമ്മളുടെ വിനീത് വിശ്വം നടനിലേക്ക് പോകുമ്പോൾ ഒരു പ്രവാസിയായിരുന്നു. കലാജീവിതത്തിലേക്ക് കടന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു. ഈ സിനിമ ഫീൽഡിലേക്ക് എത്തിയിരിക്കി കുറേ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ വന്ന് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു ഫീൽ, അങ്ങനെ ഒരു പ്രവാസിയിൽ നിന്ന് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ആവും എന്നൊരു ചിന്ത മുന്നേ ഉണ്ടായിരുന്നു, ആഗ്രഹമുള്ളിലുണ്ടായിരുന്നു, ഇപ്പം എത്തി ഇങ്ങനെ നിൽക്കുന്നു? എല്ലാതും പറയണം. അല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ. സ്കൂളിലൊക്കെ പഠിക്കാൻ അങ്ങനെ സിനിമ ഭയങ്കരമായിട്ട് നന്നായിട്ട് കാണുമായിരുന്നു. ഞാനിപ്പം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നടന്നിട്ടാണ് പോകാറ്. അപ്പോൾ സിനിമയിലത്തെ ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങനെ കഥ ഇങ്ങനെ ഫുൾ എനിക്കിങ്ങനെ സ്കൂളിൽ പോയിട്ട് കൂടുതൽ പറഞ്ഞത് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് അഭിനയിച്ച് കാണിക്കുക അത് കുറവായിരുന്നു. പക്ഷെ റോഡിലൊക്കെ അഭിനയിക്കും. അല്ല, നമ്മൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒപ്പം ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഞായറാഴ്ചയൊക്കെ കണ്ട സിനിമകളെ കഥ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ നല്ല നാടകങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ എത്തി. നമുക്ക് ആ സമയത്തൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്നു, നമുക്കൊക്കെ സിനിമയിലെത്താൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ പഠിത്തം കഴിഞ്ഞ് നേരെ ഫസ്റ്റ് ഓപ്ഷൻ ജോലിയിലോട്ട് പോയി. പിന്നെ അവിടെ എത്തിയിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മുംബൈയിൽ അനുഭവിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ പോയിട്ട് 6 മാസത്തെ കോഴ്സ് ചെയ്യാം, എന്നിട്ട് ചാൻസ് വെച്ച് നടക്കാമെന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് ശ്രീനാഥായിട്ട് ചേട്ടനെ പരിചയപ്പെടുന്നു. അങ്ങനെ ജിലേബി എന്ന പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കിട്ടുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ പോയി പഠിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ ഡയറക്റ്റ് സിനിമയിൽ വന്ന് നമുക്കത് ജയസൂര്യയുടെ പോലെ. അപ്പം അങ്ങനെ ആ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് കയറി അങ്ങനെ മെല്ലെ മെല്ലെ അങ്കമാലി റെസ്റ്റോറേഷന് കിട്ടി. ഇപ്പം പറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ തീരുമാനത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. അന്നൊരു പക്ഷെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പ്രവാസിയായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അല്ല, അന്ന് ആ ഓപ്പർച്യൂണിറ്റി കൂടുകയാണെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നേനെ. എനിക്കത് പറ്റില്ല. അതെ, അന്നൊരു 1.5 വർഷം നിന്നായിരുന്നു. അത് ആ ഓപ്പർച്യൂണിറ്റി കൂടെ ചിലപ്പോൾ 2.5 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചു വന്നിട്ട് ട്രൈ ചെയ്യുമായിരുന്നു, ഉറപ്പായിരുന്നു. ഈ പടത്തിലെ ക്യാരക്ടറിനെ പറ്റി? ഈ പടത്തിലെ ക്യാരക്ടർ ശരത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. JP എന്ന് പറയുന്ന നമ്മുടെ നായകൻ്റെ സ്വന്തം സഹചാരിയാണ്. അപ്പം പുള്ളിയുടെ ഒപ്പം നടക്കുന്നു. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഒരുവിധം പുള്ളിക്ക് അഭിപ്രായമുണ്ട്. ഒരു ത്രൂ ഔട്ടായിട്ട് നായകൻ്റെ ഒപ്പം നടക്കുന്ന 2 പേരിലൊരാളാണ്. പുള്ളിക്കും പ്രണയമുണ്ട്, JPക്കും പ്രണയമുണ്ട്. എല്ലാം കൂടി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണിത്. ഇത് 80% ക്യാമ്പസാണ്, ക്യാമ്പസിലാണ് കൂടുതൽ പരിപാടി നടക്കുന്നത്. ഇനി ഇതിലെ നായകനിലേക്ക് വിനീത് പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലാണ് ആദ്യം വന്നത്. അവിടുന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു നായകനൊക്കെ ആയിട്ട് പടങ്ങളിലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സീരിയലിൽ നിന്ന് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വന്നു ഉള്ളൊരു ഫീലും ഒരു ചേഞ്ചും, രണ്ടിലും ആക്ടിങ് ഒരേപോലെയാണ്. എന്നാലും എന്താണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? മിനി സ്ക്രീനിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ബിഗ് സ്ക്രീനിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ടെന്നുള്ള എന്താണ് ഏറ്റവും അധികം ഫീൽ ചെയ്തിരുന്ന ഡിഫറൻസ്? ചുരുക്കം പറഞ്ഞാൽ സീരിയൽ ഒരിക്കലും തിയേറ്ററിൽ കാണാൻ പറ്റില്ല. സിനിമ വേണമെങ്കിൽ നമുക്ക് TV കാണാം. കാണാനായിരുന്നു. അതിന് സീരിയലിൽ നിന്നാൽ നടക്കില്ല, സിനിമയിൽ തന്നെ വരണം. തിയേറ്ററിലൊക്കെ ഉണ്ടാവും. പിന്നെ അതൊന്ന് അത് ഡിഫറെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. ഈ ഓരോ നിമിഷവും ഓരോ എന്താ എൻ്റെ ഇപ്പൊ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്ത വിജയ് ചേട്ടൻ,
രണ്ട് ഡയറക്ടേഴ്സ് ഋഷി ഇവരോടൊക്കെ എപ്പോഴും നന്ദി. എങ്ങനെയാണ് ഇവര് കണ്ടെത്തിയത്? ഇങ്ങനെ ഈ സീരിയലിൽ നിന്ന് തന്നെയാണോ അതോ എങ്ങനെ കണ്ടെത്തി? നമുക്ക് ഈ പടത്തില് ഇന്ന ആളെ വെക്കാമെന്ന് എങ്ങനെ ആ കണ്ടെത്തൽ ഈ മുത്തിനെ പുണ്യമുഖത്തിന്റെ കട്ടുള്ളത് കൊണ്ടാണോ? അതല്ലേ നമ്മള് പടത്തിലെടുത്തതിന് ശേഷം ഈ കട്ടൊക്കെ വന്നത്. അതിന് മുമ്പ് ഈ കട്ടൊന്നുമല്ല. മുഴുവനായിട്ട് നമ്മുടെ കൊടുക്കാം. കാരണം അദ്ദേഹത്തിനോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. കാരണം നമ്മൾ കണ്ണൂർ ബേസിക്കലി റെസ്റ്റോറൻ്റ് ആണ്. A1 റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരാളാണ് ഞാൻ. 3 റെസ്റ്റോറൻറ്റിൽ ഒരു റെസ്റ്റോറൻറ്റ് നോക്കുന്ന ആളാണ്. ഇദ്ദേഹം ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ സ്ഥിരമായിട്ട് വരും. നമ്മളെ ഫുഡ് അതൊക്കെ വരാം. പക്ഷേ ഇദ്ദേഹം എൻ്റെ നമ്പറൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞ ചേട്ടൻ്റെ നമ്പർ തന്നിട്ട് ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ട് ഞാൻ ചെന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഈ ഹോട്ടലിൽ സജസ്റ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് അദ്ദേഹം പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം 2 പെൺകുട്ടികൾ വന്നിട്ട് ചേട്ടാ ഇത് സൂരജ് അല്ലേ എന്ന്. നമ്മൾ സൂരജ് പടാത്ത ഭയങ്കര സീരിയൽ നായകനല്ലേ ഇത്, ഞാൻ സീരിയൽ കാണില്ല. അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾ സീരിയൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് തുടക്കം. നമ്പർ തന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് ആര് നായകനാവും എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മൃദുഭാവയെ ദൃഢകൃത്യം എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യണം, ഇതാ പയ്യനല്ലേ ഈ പയ്യൻ. അങ്ങനെ ഞാൻ വിളിച്ചു. അങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത്. ഓരോ റിലേഷനുകൾ കണക്ട് ആണ്. ഇനി വരുമ്പോൾ ജെൻസിലേക്ക് ഒരുപാട് ഷോർട്ട് ഫിലിംസും അതിനേക്കാളൊക്കെ മുന്നേ ഡ്രാമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സിനിമകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമയിൽ തിരക്കായതിനു ശേഷം ഈ ഡ്രാമ മുഴുവനായിട്ടും ഒഴിവാക്കിയോ അതോ ചെയ്യാറുണ്ടോ? ഒഴിവാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് നാളായിട്ട്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ എൻ്റെ നാട്ടിൽ എല്ലാ കൊല്ലം ബേസിക് എൻ്റെ തൃശ്ശൂർ ഔണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ നാട്. അവിടെ ഫുള്ള് നാടകം പരിപാടികളൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാ കൊല്ലം നാടകോത്സവം നടക്കുന്നതാണ്. പുറത്തുനിന്ന് നാടകം കളിക്കും, നമ്മുടെ നാട്ടുകാരുള്ള നാടകം കളിക്കും. അങ്ങനെ ഫുൾ ടൈം നാടകത്തിൻ്റെ ഞാൻ ചെറുപ്പം തൊട്ടേ നാടകം കളിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ 8ാമത്തെ വയസ്സ് തൊട്ട് ആദ്യം തന്നെ നാടകം കളിച്ചു. പിന്നെ അവിടെ നിന്ന് ഫുള്ളായിട്ട് നാടകം കളിക്കാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത് അവിടുത്തെ കഴിഞ്ഞ സമയത്ത് നാടകത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ കുറേ നാൾക്ക് ശേഷം നാടകം കളിച്ചു. എനിക്ക് കളിക്കാൻ അത് നമുക്ക് പഠിച്ച് ആ ഡേറ്റിനൊക്കെ ആവും ചിലപ്പോൾ ഷൂട്ടൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഒരിക്കലും റിഹേഴ്സൽ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കാന്നിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്ലേയുടെ അന്നായിരിക്കും ഷൂട്ട് വരും. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ അതൊക്കെയായിരുന്നു ഇപ്പോൾ പ്രശ്നം. കളിക്കണം എന്തായാലും. ഇതിൽ ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കഥാപാത്രം. കോമഡി ഉണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് 2 ഡയറക്ടേഴ്സിലെ ഋഷി എന്ന് പറഞ്ഞ ഡയറക്ടർ കൂടി ഉണ്ട്, 2 പേരുണ്ട്. വിജീഷൻ്റെ ഋഷി. അപ്പോൾ ഋഷി എൻ്റെ പഴയ സുഹൃത്താണ്. ചെറുപ്പം ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള സുഹൃത്താണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ജിൻസ ഇങ്ങനൊരു പടമുണ്ട്, അപ്പോൾ നീ ഒന്ന് പറയാട്ടാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഇടാ കഥ അങ്ങനെ അപ്പം നോക്കട്ടെ പറയടാന്ന് പറഞ്ഞു. അപ്പോൾ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഇതാടാ നിനക്ക് ഇതിലൊരു പ്രണയം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെടാ ശരിടാ. അതെന്താ കഥ പറഞ്ഞു? ഇല്ല കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ്. ഈ കഥ പറഞ്ഞിട്ട് പറഞ്ഞു ഇല്ലടാ എനിക്ക് ഇതുവരെ ഇത്രയധികം പടം ചെയ്തിട്ട് 10-30 പടം ചെയ്തിട്ട് ഇതുവരെ പ്രണയം തന്നിട്ടില്ല ആരും. പ്രണയം ഓക്കെയാണ്, ഒരു പ്രണയെങ്കിലും എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന് ഞാനത് ഓക്കെ പറഞ്ഞു. അപ്പൊ അതില് ഒരുപാട് നന്ദിയുണ്ട് 2 ഡയറക്ടേഴ്സുമാരോട്. അതെ 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 വെൽക്കം വെൽക്കം. ഇനി അജയോടാണ് ഈ ഇരിക്കുന്ന ന്യൂ ഫേസ് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു പുതിയ മുഖമായി നമ്മുടെ ഈ വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെട്ടത്? ഇൻഡസ്ട്രി എത്തിപ്പെട്ടത് വഴിതെറ്റി പോയതാണ്. അവിടെ വന്നപ്പോ തൊട്ടേ വഴിതെറ്റി എല്ലാ ദിവസവും വഴിതെറ്റിട്ട് ആ വഴിക്കിട ഇന്ന് കണ്ണൂരെ ബ്ലോക്ക് എടുത്തത് ഇപ്പുറത്തോട് പോകുന്നു. നിങ്ങൾ ഈ വഴി തെറ്റിയവരൊക്കെ ഈ പാവം ഡയറക്ടർ എടുത്താണല്ലോ എത്തിപ്പെടുന്നത്. ഞാനൊരു ദിവസം ഒരു പണി ഏൽപ്പിച്ചു. അപ്പോൾ കുറച്ച് ടഫുള്ള പണിയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഞാൻ അജയ് ചെയ്യില്ലേ, ഏതാനും വഴി തെറ്റി എനിക്ക് ചെയ്യാം. കറക്റ്റ് സ്ഥലത്തെത്തിയേ. കാരണം ഈ സിനിമ എന്ന് പറഞ്ഞ സിനിമാക്കാരെന്നാലും വലിയ സെറ്റപ്പ് കൊടുത്തിട്ടുള്ള ആ മൈൻഡായിരുന്നു. അന്നേരം ഒരാള് സാധാ ബൈക്കിൽ സാധാ ഹെൽമെറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് പാസ് ചെയ്തു. അന്നേരം സ്ഥിരം കാണുന്ന ഒരാളാണ്. എന്നെ കാണുന്ന നാട്ടുകാരാണ്, ആ നാക്കുന്ന ആ പരിചയമുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു നമ്മളൊരു സിനിമ കൊടുക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് പടം അവിടെ ഫ്ലെക്സിലുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ അതിൽ നിൽക്കുമോ ചോദിച്ചു. സിനിമയാ ഹോട്ടലിൽ ഒരാള് സിനിമ കൊടുക്കുമോ ചോദിച്ച് ഞാൻ റെഡി, ഞാൻ കൂടെ വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് കൂടെ വെക്കുന്നുണ്ട്. അല്ല ഇന്നും പിന്നെ കാണുമ്പോ ആദ്യം ഇങ്ങനെ വലിയ ചിരിക്കാത്താണ് ഇവ ഇന്നും. പിന്നെ ചേട്ടാ മോർണിംഗ് ഗുഡ് ഈവനിങ് എല്ലാവരും വീട്ടിൽ പോയി.
അല്ല ഇയാള് നമ്മള് പടം ഇങ്ങനെ അനൗൺസ് ചെയ്ത് അറിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എൻ്റെ വീട് തുറക്കുമ്പോൾ മുമ്പിൽ ഗിന്നസ് റെക്കോർഡ് അല്ല ഗിന്നസ് അല്ല നമ്മളെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് മാസ്കിന്റെ ആപ്പിൽ എല്ലാ കൺട്രീസിലും ഫ്ലാഗ് ചെറിയ സൈസിൽ അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ മാറി ഇപ്പോ സിനിമ രക്ഷയില്ലാത്ത ടീമാണ്. കാരണം നമ്മള് നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെയാണ് കോളേജിലും. കോളേജ് ഏത് സമയവും നമ്മളിങ്ങനെ എൻജോയ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേ വൈബ് ഔട്ടിലുണ്ടാവും. ശരിക്കും ഒരു കോളേജിലെ ആ ഒരു വൈബ് നിങ്ങൾക്ക് അത് കിട്ടിയിരുന്നോ ഈ ഒരു കാരണം എപ്പോഴും ഒരു 100 ജൂനിയർ ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ട് കുട്ടികളും പരിപാടിയും ക്ലാസ് റൂമും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പ്രേക്ഷകർക്കും കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും അതിനുള്ള എല്ലാതും ഇതിലുണ്ടായിരുന്നു. ഒരു പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചു പോക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ, നഷ്ടപ്പെട്ട് അതായിരിക്കും ഈ സിനിമ. അതിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണക്ഷനും ഉണ്ട് ഇന്നത്തെ കാലമായിട്ട്. അത് സീക്രട്ട് ആണ്. പടം പോയി കണ്ട് തിയേറ്ററിൽ പോയി നിങ്ങൾ അത് എന്താണെന്ന് കമന്റ് ചെയ്യണം. തീർച്ചയായും. ഇനി വിനീത് അവസരങ്ങൾ ചോദിക്കാൻ കുറച്ച് അറിയണവരോട് മടിയുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ? നമുക്കിപ്പോ അറിയണ ഒരാളാണെങ്കിൽ അവസരം ചോദിക്കാൻ പഠിക്കേണ്ട കാര്യം എന്താ? അറിയാത്ത ആളോട് വരെ ഇവിടെ ചോദിച്ചു അവസരങ്ങള് ഭയങ്കര അവസരങ്ങളൊന്നുമില്ല നമുക്ക്. എന്താ വെച്ചാൽ എനിക്ക് എന്താ വെച്ചാൽ നമ്മള് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് അവരത് അറിയാം, കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മളും കൂടി ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ അവർ നമുക്ക് നമ്മുടെ അടുത്ത് നോ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും. പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, കാരണം ഇവർ ഈ സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളാ കഥ കേൾക്കുന്നു. അപ്പോൾ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു മൈൻഡോട് കൂടിയിട്ട് എനിക്കിതൊരു വേഷമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു അല്ലേ, അത് അവരുടെ കംഫർട്ട് സോൺ നമ്മളത് ബ്രേക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നീട് അവരെ കാണുമ്പോൾ നമുക്കൊരു വിഷമം, അവർക്കൊരു വിഷമം. അപ്പോൾ ആ ഒരു ഫ്രീഡം അവർക്ക് കുറയും. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആൾക്കാരാകുമ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ അവരല്ലാണ്ട് അറിഞ്ഞ് നമുക്ക് തരുന്നുണ്ട്. ഇഷ്ടപ്രകാരം നമ്മൾ അങ്ങനെ അറിയുന്ന ആൾക്കാർ നമ്മൾ വിളിച്ച് വേഷം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ അറിഞ്ഞു തരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഓവറായിട്ട് ചോദിച്ചിട്ട് പ്രശ്നമാക്കണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലോടൊക്കെ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് മുന്നേ? അങ്ങോട്ട് അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട്? പിന്നെ ഇഷ്ടം പോലെ. ഞാൻ ബേസിക് സിനിമയിൽ എത്തുന്നതിന് മുന്നേ ഞാൻ ഓഡീഷൻ മാത്രമാണ് അവസരം ചോദിച്ചാൽ 2500 ഓഡീഷനിൽ മേലെ പോയിട്ടുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ടോ? ഇപ്പൊ പോയിട്ടില്ല. അല്ലല്ല, കഴിഞ്ഞ വട്ടം ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കൊല്ലം മുന്നേ, അതായത് ഏതോ പടം ഞാൻ മറ്റേ പെപ്പയുടെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓഡീഷന് പോയിരുന്നു. ഞാൻ വെറുതെ അയച്ചു കൊടുത്തതാ. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായില്ലോ. അവർ വിളിച്ചപ്പോൾ ഓഡീഷൻ ഡേറ്റ് എന്നാ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഓഡീഷൻ ചെയ്യാതിരിക്കുന്നവരൊക്കെ എൻ്റെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞു വെറുതെ രസം. അതല്ല, നമുക്ക് കുറെ നാൾ ഓഡീഷന് പോയിട്ട് നമുക്ക് ഇനി പോണ്ടി വരില്ല. അപ്പൊ ഇങ്ങോട്ട് വരുന്നു. ഡയറക്ടർ അത്രയും ഉറപ്പായി പറയുകയാണെങ്കിൽ ഇതില് ജെൻസൺ ചെയ്ത ക്യാരക്ടർ അത്രയും പവർഫുൾ ആണ്, നോട്ടബിൾ ക്യാരക്ടറാണ്. ഓക്കെ. പിന്നെ അല്ല, ഞാൻ ചേർത്ത് പറയാണ്, ഞാൻ വേഷം ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചോദിക്കാത്ത ആളൊന്നല്ല. അറിയാത്ത ആൾക്കാരോടും വല്ല കാസ്റ്റിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഇങ്ങനത്തെ പറ്റിയ വേഷം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരുടെ അടുത്ത് മാത്രമാണ് നമുക്ക് ചോദിക്കും ചെറിയൊരു, കാരണം അവരുടെ കംഫർട്ട് സോണും അതൊന്നും പൊളിക്കേണ്ട വെച്ചിട്ട്. ബാക്കിയൊക്കെ ഞാനും പുതിയ ഡയറക്ടേഴ്സ് ആര് കണ്ടാലും അല്ലെ ഷോർട്ട് ഫിലിം എടുത്താൽ പോലും ഞാൻ അവർ നന്നായിട്ട് സിനിമ ഒക്കെ ചെയ്യുമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഈ സെറ്റിൽ മറക്കാനാവാത്ത അനുഭവം ഇതിലെ നായകൻ തന്നെ പറഞ്ഞു, ഹാപ്പിയസ്റ്റ് അനുഭവം ആദ്യം പറയും. എല്ലാവരും ആലോചിച്ച് വെച്ചു, എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അതായാലും മതി. അതൊന്നാമത് തന്നെ ഒരു കോളേജ് ലെവലിൽ നിന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഉണ്ടാവും ഇഷ്ടം പോലെ. അതൊന്ന് പറഞ്ഞു. കോളേജ് എടുത്ത് പറയത്തക്ക വിധമല്ല, ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ നമ്മുടെ കോളേജ് ആ ഷൂട്ടിൽ ഉണ്ടാവും. കാരണം നമ്മളെ പോലത്തെ ആൾക്കാരാണല്ലോ ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് സമയം നമ്മളൊരു 10 മിനിറ്റ് നമ്മളൊന്ന് ഫ്രീ ആക്കി ഡയറക്ടർ സാറൊക്കെ ഭയങ്കര എൻ്റെ മനസ്സിന് വല്ലാതെ എന്താ പറയുക, എന്തൊക്കെയോ ഒരു ഫീൽ ഉണ്ടാക്കിയൊരു സംഭവമാണ്. നമുക്ക് മഴ സീൻ ഉണ്ടായിരുന്നു. ഒരു 2-3 ഷോട്ട് എനിക്ക് മഴ വേണമെന്ന് പറഞ്ഞിട്ട്, നമ്മൾ വലിയ പ്രൊഡ്യൂസേഴ്സൊന്നും അല്ല. അപ്പോൾ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായ ഫണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴക്ക് ഒരു ദിവസത്തെ മഴക്ക് നല്ല ചെലവുണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, മഴക്ക് ചെലവുണ്ടോ? ഒരു ദിവസം വലിയ ചെലവാ. അപ്പൊ ഞാൻ ഫണ്ട് കുറേ ഞാൻ മഴ ചവിട്ടാം എന്ന് വെച്ചിട്ട് ഞാൻ നമ്മളെ ക്യാമറമാനോട് പറഞ്ഞു, പിന്നെ മഴ വേണ്ട, നമുക്ക് നടപടിയാവില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ പാട്ട് സീൻസൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നല്ല ചൂടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, വേനലിങ്ങനെ പൊരിയുന്ന സമയം. ആ സമയത്ത് ഒരു ഉച്ച സമയത്ത് നമ്മുടെ നായകനും നായികയൊക്കെ വേറൊരു സീൻ എടുക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ. ഞാൻ പറഞ്ഞു പ്രമോട്ട വെക്ക് ക്യാമറ. പ്രമോട്ടന് ഉഷാറായിട്ട്. അപ്പോൾ നമ്മൾ പ്രമോട്ടനായിട്ട് മേക്കപ്പ് പാർട്ടിയിൽ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പടത്തിലെ ഷോട്ട് ആ മഴ സീനാണ്. അപ്പോൾ ദൈവമായിട്ട് നമുക്ക് മഴ തന്നു, മോനെ നീ മഴ എടുക്കാതിരിക്കണ്ട, ഇതാ മഴ. അങ്ങനെ ഒരു പിന്നെ വേറൊരു ഇതേ മഴ നമ്മൾ ലാസ്റ്റ് ഡേ ഷൂട്ട്, നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ലാസ്റ്റ് ഡേ ഷൂട്ട് അപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ 2 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് ഷൂട്ടുള്ളൂ. കാരണം ഇവരുടെയൊക്കെ അപ്പിയറൻസ് മാറണം. ഞാൻ പറഞ്ഞല്ലോ അതിനൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഷൂട്ട് അന്ന് നടന്നില്ലേ പിന്നെ നടക്കാൻ എനിക്ക് ഒരു വഴിയില്ല, വലിയ പാടാണ്. അപ്പോൾ നമ്മുടെ ഈ എസ് എൻ കോളേജ് നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത സ്ഥലത്ത് നല്ല മഴ. ആ മഴ ഇവിടെ പെയ്താൽ പെടും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഷൂട്ട് കഴിയുന്നവരെ ഇവിടെ മഴ പെയ്തില്ല, തൊട്ടടുത്ത സ്ഥലത്ത് മഴ. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത് നിന്ന് ഞാൻ കരയായിരുന്നു. അപ്പോൾ എന്നോട് ക്യാമറമാൻ പറഞ്ഞു വിജേഷ് നീ എന്ത് പുണ്യാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. അത്ര അങ്ങനെയൊക്കെയുള്ള ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിരുന്നു. ഇനി ഇമോഷണലി കണക്ട് ആവണ എന്തെങ്കിലും നിങ്ങൾക്ക് സെറ്റിൽ വെച്ചിട്ട് ഇപ്പൊ ഉണ്ടോ? എന്താ ഞാൻ ചോദിക്കണാണോ? വിജയേട്ടൻ പറഞ്ഞല്ലോ ഫണ്ട് തീർന്നത് നമ്മൾ അറിയിച്ചെന്ന്. അപ്പൊ നമ്മളത് അറിയിക്കാതെ മൂപ്പർ ഇത്രയും ദിവസം നിമിഷം അങ്ങനത്തെ ഒരു അല്ല ഞാൻ പക്ഷെ അത് അറിയിക്കില്ല. കാരണം എന്തിനാ അറിയിക്കുന്നത്, ഓരോന്നൊക്കെ പ്ലാൻ ചെയ്ത് പറയും വിജീഷടാ നമുക്ക് അത് അങ്ങനെ ചെയ്യണ്ട, പ്രൊമോഷന്റെ ഇങ്ങനെ ചെയ്യണ്ടെന്ന്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പോകാനുള്ള നമ്മുടെ ഫുഡ് അത് ഗ്രാൻഡ് ആയിട്ട് അതിൽ വണ്ടി ആയിക്കോട്ടെ അതിന്റെ സെറ്റപ്പ് ആയിക്കോട്ടെ എല്ലാം ഒരു വിട്ടുവീഴ്ച നടത്തിയില്ല. നല്ല ഒരു പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തന്നെയാണ്. നമ്മുടെ സെറ്റിലെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ ഉള്ളത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളൊന്നും അറിയിച്ചിട്ടില്ല. മഴ പെയ്യുമ്പോ ഞാൻ ഈ പടം റിലീസ് ആകാൻ പോവാണല്ലോ, ഞാൻ എൻ്റെ പാസ്പോർട്ട് ഇതിനിടെ നോക്കിയത്. അപ്പോൾ അത് പുതുക്കാനുള്ള ടൈമായി, ഞാൻ പുതുക്കി വെച്ചിട്ടുണ്ട്. കുറേ കടത്തിലാണ് ആൾക്കാർ പൈസ കൊടുക്കാണ്ട്. നമ്മൾ മഴ എൻജോയ് ചെയ്യുമ്പോൾ വിജയ ചേട്ടൻ ഫണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞില്ല. അതെ അതെ അതെ. അല്ല ഒന്ന് പറയാം, ഇവരുടെ ഹോട്ടൽസ് മനസ്സറിഞ്ഞ് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം എനിക്ക് ഫീൽ ചെയ്ത സ്ഥലമാണ്. വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഞാൻ വരും, വന്നിരിക്കും. എന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ വെറുതെ ആ ഫുഡിന്റെ അഭിപ്രായം പറയാനായിട്ട് നമ്പർ ചോദിച്ചു പോവും. എന്നിട്ട് അതും വെച്ചിങ്ങനെ ഒരു ഇരിപ്പുണ്ട് വെളി നോക്കിട്ട്. മനസ്സിലായില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് അങ്ങിട്ടല്ലേ കിട്ടാന്ന് പറഞ്ഞില്ലേ. എന്തായാലും നിങ്ങൾ ഈ സെറ്റിൽ ഇപ്പോ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയും ചിരിയും ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ തന്നെ ആ സെറ്റിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടായിരിക്കും കഴിഞ്ഞത്. നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി. ഈ ഷൂട്ടിന്റെ സമയം നമ്മളെന്താ ചെയ്യാ വലിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ ഷൂട്ട് കഴിഞ്ഞു റൂം പോകുന്ന അങ്ങനെയല്ല ശരിക്കും ഉണ്ടായത്. പൊതുവെ അങ്ങനെയാണല്ലോ, മറ്റേതാണ്. ഇത് ഷൂട്ടിന്റെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ഇരിക്കുക, ബെഞ്ചിലിരിക്കുക, ഒരു പേപ്പറിൽ എല്ലാവരും ചുറ്റിരിക്കുക, ചിത്രം വരച്ചിട്ട് അതെന്താ സംഭവം പേര് ഫണ്ടിന്റെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ 9 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ബാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം പിന്നെ അവർ പണി നിർത്തും. അപ്പോൾ 9ാമത്തെ ദിവസം നമ്മുടെ പ്രൊഫഷണലിലെ മണിയേട്ടൻ ചായ കൊണ്ട് കൊടുക്കുമ്പം വിജേഷ് ഫണ്ടിന് കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ കാരണം എന്നിട്ട് ചായ എടുത്തു. ഞാൻ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല, ഞാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ചായ കൊടുക്കൂല, ചിലപ്പോൾ അപ്പോൾ എടുത്ത് പോകും. ഞാൻ ഫണ്ടിൽ കൊടുത്തോന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പക്ഷേ എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് മുടങ്ങിയിട്ടില്ല ഷൂട്ട്. എല്ലാ ഫുഡും സെറ്റിലെ എല്ലാതും അടിപൊളിയായിരുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നോക്കിയിട്ടുണ്ട് യൂണിറ്റിൽ എല്ലാവരും. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പാരന്റ്സ് നമ്മളെ കഷ്ടപ്പാട് അറിയാണ്ട് വളർത്താന്ന് പറഞ്ഞ പോലെ ആള് പറഞ്ഞ ആ സെറ്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുള്ളിക്ക് മാത്രം അറിയില്ല, നിങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല. അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും ഈ പടത്തിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് നിമിഷവും കൂടെ തന്നെ ഉണ്ട്. കാരണം നമുക്ക് നമ്മുടെ സിനിമയിൽ എല്ലാവരും ഈ സിനിമയിൽ എല്ലാവരും സ്വന്തം സിനിമയായിട്ട് കണ്ടത് അതുപോലെ തന്നെ അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ കണ്ട് അല്ലേ. അതെ അതെ തീർച്ചയായും നല്ലൊരു ഔട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടും. ആ ഒരു കോൺഫിഡൻസിലാണ് ഇനി അങ്ങോട്ടുള്ള പോക്ക്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഇതിൽ മറിഞ്ഞ് കെടുപ്പുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും ഇനി നെക്സ്റ്റ് പുതിയ പ്രൊജക്റ്റ് ഒക്കെ അജയ്ക്ക് ഏതാ വന്നിട്ട്? ഒരു തമിഴ് പടം ചെയ്തു. വാവ്, ഷൂട്ട് കഴിഞ്ഞോ? അത് ഐശ്വര്യം ഉണ്ട്. പിന്നെ ഐശ്വര്യം ഉള്ളൂ. ഈ സിനിമയിൽ വന്നതിന് ശേഷം ഒന്ന് ലൈഫിലൊന്ന് ചേഞ്ച് ആയി.
അപ്പൊ ഇനി അജയ് കൂടെ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചേ ഒന്ന് കൊട്ടിപ്പിടിക്കുന്ന ഫുഡ് കഴിച്ച് പൈസ തരില്ല. നന്ദിയുണ്ട് ഫുഡ് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റത്തെ നന്ദിയുണ്ട്. സിനിമ റിലീസ് കഴിഞ്ഞ വരെ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഫുഡിന് പൈസ കൊടുക്കുന്നത്. ഇനി സാറിന്റെ നെക്സ്റ്റ് പ്രൊജക്ടുകളൊക്കെ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ ഇതല്ല, വേറൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിലൊരു മെയിൻ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒരു വർഷമൊക്കെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി രണ്ട് സ്ക്രിപ്റ്റ് അല്ലല്ല അത് പറയണ്ട, അത് സർപ്രൈസ്. അവർ പറഞ്ഞു അത് 1.5 വർഷം എടുക്കും ഡേറ്റ് കിട്ടാൻ. അവർ തിരക്കിലുള്ള ആർട്ടിസ്റ്റാണ്. അവരോട് കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ. അപ്പോൾ അത് നടക്കുന്നതിന് വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി 2 സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനം. അപ്പോ അത്രയും കോൺഫിഡൻസിൽ ഈ ഒരു സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് അല്ല ഞാൻ എപ്പോഴും ഹോണ്ട് ചെയ്തിട്ടുണ്ടാവൂലോ ഇത് ചെയ്യാം ഞാൻ? അല്ല, ഞാനും എൻ്റെ സുഹൃത്ത് 2 പേരാണ് നമ്മുടെ ഡയറക്ടർ. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് പിന്നെ ഋഷിക്ക് കൊടുത്തപ്പോൾ ഋഷി 2 ദിവസം ചേട്ടാ ഇതും ഗംഭീരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നമ്മളല്ലോ തീർച്ചയായും സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത ഉടനെ ഗംഭീരമായിട്ട് മറുപടി. ഞാനത് കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിക്കുന്നതും 1 ലൈൻ അയക്കുന്നത്. 1 ലൈൻ കേട്ടപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചു. ആ പേര് കേട്ടോ, ഒരു വടക്കൻ പ്രണയപർവ്വം എന്നുള്ള പേര്, ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വടക്കൻ, നമ്മൾ കണ്ണൂർക്കാരെ പൊതുവെ വടക്കന്മാർ എന്ന് പറയുമ്പോൾ, പക്ഷെ ഒരു നല്ലൊരു പേര്. ആ ടൈറ്റിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു, ആ ടൈറ്റിൽ. പിന്നെ 1 ലൈൻ കേട്ടപ്പോൾ തന്നെ നമുക്ക് ആ പടത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ക്യാരക്ടറിന് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഒരു സാധാരണ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇതിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു സിനിമയിലേക്ക് നമുക്ക് അവസരം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അതിലുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും ലൈഫുണ്ട്. അതിന്ന് തിയേറ്ററിൽ നിന്ന് പടം കണ്ടിറങ്ങുന്നവരുടെ മനസ്സിലുണ്ടാവും അവര്. അതൊരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഉണ്ടാവും. അത് ഉറപ്പാണ്. സാറിന് അത് പറയാം. ഓരോ ആർട്ടിസ്റ്റുകൾക്കും രക്ഷപ്പെടാനുള്ള കണ്ടന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യില്ല, ഓരോരുത്തർക്കും ഉണ്ട്. അത് അവരവർക്ക് അവരുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളും നല്ല രീതിയിൽ ഇവരുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് സാർ പ്രതീക്ഷിച്ചത്? ഇവർ തിരിച്ചു തന്നിട്ടുണ്ട്? തീർച്ചയായും ഞാൻ അതിലൊക്കെ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറം ഇവരൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വിനീതിനെയൊക്കെ നമ്മൾ മെയിനായിട്ട് വിളിച്ചതാണ്. ജൻസൺ അവസാനമാണ് എത്തിയത്. വിനീതിനെ വേണം തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സൂപ്പർ ശരണിയും അതൊക്കെ കണ്ടിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി നിൽക്കുന്നു. അപ്പോൾ ഭാഗ്യത്തിന് അദ്ദേഹത്തെയും കിട്ടി. എല്ലാവരും ഭംഗിയായി ചെയ്തു തന്നിട്ടുണ്ട്. ആ വിധത്തിലും തന്നെ ബുദ്ധിമുട്ടിച്ചില്ല. ഇനി എന്താണ് അടുത്ത സാറിന്റെ കൂടെ ഇനിയൊരു പടത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ വലിയ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളുടെ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സാറിനോട് എന്തായിരിക്കും? അല്ല, കുറച്ച് മുന്നേ ചോദിച്ചില്ല, ചാൻസ് ചോദിച്ചോന്നൊരു ചോദ്യം എന്നിലേക്ക് വന്നു. പിന്നെ അത് എനിക്ക് ചാൻസ് ചോദിക്കാനുള്ള അത്ര വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. കാരണം ബന്ധങ്ങൾ ഇനിയിപ്പം വിനീത് എഴുതുകയാണെങ്കിൽ ഞാൻ വിനീതിനെ ചോദിക്കാം. എനിക്ക് ഇപ്പം ബന്ധങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പം വിജയ് ഇത് പടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പുതിയ പടം. എനിക്ക് ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പറയും, ആ 1 വർഷം കാത്തിരുന്ന ആളെ ഇന്ന് വേണ്ട, നമ്മള് ആ ബന്ധം ഇനിയുണ്ടല്ലോ. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ചോദിച്ചാലും കണ്ണൂർ വഴി ചായ കുടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ലതാ. ഒരു കൊല്ലം അവിടെ നിന്ന് ഭക്ഷണം വന്ന് കഴിച്ചോണ്ടിരിക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഒരു കൊല്ലം വന്ന് കഴിക്കണം അവിടെ. ഒരു കൊല്ലം കഴിച്ചിട്ടുണ്ട് അവിടെ. ഒരു കൊല്ലം അവിടെ കഴിച്ചിട്ടില്ല. ഈ ഒരു നിങ്ങളുടെ ഫാമിലിന്ന് സിനിമയിൽ ഇപ്പൊ അജയൊക്കെ പുതിയതായി വരുമ്പോ, ഇന്നത്തെ കാലത്തൊക്കെ ഫിലിമിലൊക്കെ വരുമ്പോ, ഇപ്പൊ എല്ലാവരോടാണ് അജയ് ഇപ്പൊ പുതിയതായതുകൊണ്ട് പറയാണ്, ഈ സിനിമയുടെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ലഹരിയുടെ ആണെങ്കിലും ശരി, മറ്റു വശങ്ങളൊക്കെ ആണെങ്കിലും ശരി. ഇപ്പൊ വീട്ടിൽ നിന്നുള്ള ഫാമിലി സിനിമയിലൊന്നും പോകണ്ട, വഴി തെറ്റിപ്പോവും, വേണ്ട, അത് ശരിയായിട്ടുള്ള ഫീൽഡല്ല, ആ രീതിയിലൊക്കെ നിങ്ങളോട് വീട്ടുകാർ പറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? അല്ല, നിന്റെ പാഷൻ അതാണെങ്കിൽ നീ ചെയ്യിപ്പോ, ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്, അങ്ങനെയാണോ? എല്ലാവരോടാണ് ചോദ്യം. അജയ് എന്നും പറയും. എന്റെ വീട്ടിൽ പൊതുവെ ഞാൻ ഇതുവരെ ഒന്നും നെഗറ്റീവ് ചെയ്തിട്ടില്ല, ഇത് പറയിപ്പിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ ആർട്ടിൽ വരക്കാൻ തുടങ്ങിയപ്പോ ഇത് എന്തിനാണ് കുത്തി വരക്കുന്നത് ചോദിച്ചപ്പോ ഒരു ഏഷ്യൻ ബുക്ക് റെക്കോർഡും ന്യൂസ് ചാനലും വന്നപ്പോ അത് ഭയങ്കര സംഭവം, നാട്ടുകാർ വലിയ അനുമോദന പരിപാടി. പിന്നെ സിനിമയിലേക്ക് കടക്കാൻ തുടങ്ങപ്പോ അത് ഒന്ന് നല്ലതാണെന്ന് ഇവൻ എന്തെങ്കിലും ചെയ്യുന്നുള്ള സാധനമുണ്ട്. നമ്മളെ ഒരാളെ ക്യാരക്ടർ പോലെ ഇരിക്കും. ഇതേപോലെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സിനിമയിൽ നെഗറ്റീവ് മോശമായിട്ട് വെള്ളടിയും മറ്റേത് ഇട്ടെല്ലാ ഡ്രഗ്സും എല്ലാം ഉണ്ടാവുന്നതിൽ പറയും. ഈ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ കാണിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇപ്പൊ സാധാരണ ക്യാമ്പസിൽ പ്രണയവും രാഷ്ട്രീയം ഉണ്ടെങ്കിലും ലഹരിയും ഉണ്ടാവും. പക്ഷെ ഇതിൽ നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. അതിനൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടോ കാണിക്കായിരുന്നു. ഒരാള് വടക്കാവണമെന്ന് വിചാരിച്ച സിനിമയിൽ വരണമെന്നില്ല. ഏത് മേഖലയിലാണെങ്കിലും അയാൾ വടക്കാവണം എന്നുണ്ടെങ്കിൽ അതാണ്. അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് അറിയാം.
പിന്നെ നമ്മൾ ഏത് മേഖല എവിടെ എത്തുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. മീൻസ് അതായത് നമ്മൾ ഉപയോഗിക്കുകയോ ലഹരി ഉപയോഗിക്കില്ല എന്നൊക്കെ അവർക്കറിയാം. പിന്നെ അവർ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ ഹീറോ അല്ല, അടിക്കാത്ത ആള് അങ്ങനെയാണ്. ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ വലിയ ഹീറോ ആണ്, ഇപ്പൊ അടിച്ചില്ല പറഞ്ഞാൽ നല്ലവനാവാൻ പോകുന്നില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. സിനിമയാകുമ്പോ തിരിച്ചറിയുന്നുള്ള എന്ത് സംഭവം സിനിമ ഫീൽഡിലുള്ളവരെയാണ് ഏറ്റവും അധികം എല്ലാ സ്ഥലത്തും എല്ലാ ഫീൽഡിലും സിനിമ ഒരു പോപ്പുലർ മീഡിയ അല്ലേ, അതുകൊണ്ട് അതാവും തീർച്ചയായും. യോഗി ബാബു അദ്ദേഹത്തിന്റെ ഒരു കട്ടുണ്ട്. അദ്ദേഹത്തിന് വന്ന ഒരു അവസരം ടൈമില്ലാത്തതിന്റെ പേരിൽ താങ്കൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഓ തീർച്ചയായിട്ടും. അതായത് എൻ്റെ ഇപ്പോഴത്തെ രൂപമല്ല, ബേസിക് മുടിയൊക്കെയുള്ള ആ ക്യൂണിലത്തൊക്കെ രൂപം. ക്യൂൺ കഴിഞ്ഞിട്ട് ക്യൂണിൻ്റെ തമിഴ് പടം വന്നപ്പോൾ അവർ ഓൾറെഡി അവിടുത്തെ ആർട്ടിസ്റ്റ് യോഗി ബാബുവിനെ ഒരു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് 2 ഡയറക്ടേഴ്സുമാർ വന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഡൗട്ട്, എനിക്ക് തമിഴ് അറിയാവുന്നൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മലയാളിയായിട്ടുള്ള മീൻസ് ചെന്നൈ സെറ്റിലെ മലയാളിയാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് എൻ്റെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ജെൻസൺ തമിഴ് മലയാളം അറിയാതെ ജെൻസൺ അല്ലേ തമിഴ് ചേർന്നിട്ട്. അപ്പോൾ ഞാൻ സൊല്ലുങ്ക സാറെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ് തെരിയുമോ ചോദിച്ചു. കൊഞ്ചം തെരിയുന്നതാ പറവല്ല നല്ല പേസിയിട്ട് ഇരിക്കുക തമിഴ് എന്ന് പറഞ്ഞു. അപ്പടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പോയി. അപ്പോൾ തമിഴ് സംസാരിച്ചപ്പോൾ അവർക്ക് ഓക്കെ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ യോഗി ബാബു ചെയ്യേണ്ടതാണ്, നല്ല ഡേറ്റ് ഭയങ്കര ഇഷ്യൂസാണ്, അപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പടം ചെയ്ത് കഴിഞ്ഞു. അത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് ഹർഭജൻ സിംഗ്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ഹർഭജൻ സിംഗ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചൊരു പടമായിരുന്നു അത്. അതിൽ എനിക്ക് ആളുടെ കൂടെ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. എനിക്കറിയില്ലായിരുന്നു ആളാണെന്ന്. ഇതിൻ്റെ പോസ്റ്ററൊന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവസാനം ഷൂട്ടിൻ്റെ അന്ന് ചെല്ലുമ്പോഴാണ് ഇങ്ങേരാണ് അവിടെയെന്ന് ഞാൻ അറിയരുത്. പിന്നെ ഒരു 10-42 ദിവസം അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു, 3-4 ഷെഡ്യൂളായിട്ട്. പക്ഷെ നല്ല കമ്പനിയായി, നല്ല രസമായിരുന്നു ആള്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കാരണം നമ്മളൊന്നും നേരിട്ട് കാണുന്നു പോലും പ്രതീക്ഷിക്കാത്ത ആളുടെ കൂടെ നമ്മൾ കണ്ടങ്ക ക്രിക്കറ്റ് കളിയൊക്കെ കളിച്ചിട്ടുള്ളത്. ഇവിടെ ആളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റി, ആള് ബോൾ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഭാഗ്യമായിരുന്നു. നിങ്ങൾക്കൊരു ചെറിയൊരു ഫൺ ഇത് തരാണ് ഞാൻ. ഓക്കെ, ഡയറക്ടറെ പറ്റി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയും. ഭയങ്കര പശകാണ് ഇങ്ങനെ, ഭയങ്കര മോശമാണ്, ഒന്നും പറയാല്ലേ അല്ലേ? പറഞ്ഞോളൂ. ഇതൊക്കെ ഓപ്പോസിറ്റ് ഉള്ളതല്ലേ? അതല്ല, അത് പറയാറില്ല ഞങ്ങള്. ആള് കേക്കട്ടെ. എന്നെ പറഞ്ഞ ഞാൻ ശ്രമിക്കൂ. ഇല്ലാതെ കാര്യമാണോ പറയേണ്ടത്? ഓപ്പോസിറ്റ് ആയിട്ട് ഇല്ലാത്തത് എന്തു വേണമെങ്കിൽ പറഞ്ഞു. നമുക്ക് ശരിക്കുള്ള മനസ്സിലിരിപ്പാണ്. പരീക്ഷ പറ്റുന്നില്ല എന്ന് പറയൂ. പറയണം ഒരെണ്ണെങ്കിൽ എല്ലാവരും ഓരോന്നും. അല്ല ഞാൻ നല്ല അഭിനയിക്കാൻ അറിയുന്ന ഒരു ഫൺ ഗെയിമാണ്. ഇല്ലാത്ത പറയണ്ട, നീ പറഞ്ഞോ, നീ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നെഗറ്റീവായിട്ട് പോലും അവർക്ക് ഈ ഡയറക്ടർ സാറിനോട് ഒന്നും പറയാന്ന് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, ഈ പടത്തില് നല്ലൊരു പാട്ട് നമ്മൾ കണ്ടായിരുന്നു, അത് പുറത്തു വന്നു. കിട്ടില്ല പാട്ട് തന്നെയായിരുന്നു, സൂപ്പർ പാട്ടായിരുന്നു, നല്ല അഭിപ്രായവും വന്നിട്ടുണ്ട്. പടത്തിലെ മ്യൂസിക് ആരായിരുന്നു? മ്യൂസിക് ആ പാട്ട് ചെയ്തത് ഹരിമുരളി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. അത് പാട്ട് എഴുതിയിരിക്കുന്നത് രശ്മി സുശീൽ എന്ന് പറഞ്ഞ് ദുബായിൽ സെറ്റിലായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, തൃശ്ശൂർക്കാരിയാണ്. അതാണ്. പിന്നെ മ്യൂസിക് പടത്തിൽ മൊത്തം ചെയ്തിരിക്കുന്നത് ഗിച്ചു പുതിയ ആണ്, നമ്മുടെ സിനിമയിലൊരു ഡെബ്യൂ ആണ്. കിഷ്കിന്താകാന്ഡം, രേഖാചിത്രത്തിൽ അതിലൊക്കെ മ്യൂസിക് ടീമിലുള്ള അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ ഈ മെയ് 9 നമ്മുടെ ഒരു വടക്കം പ്രണയപർവം റിലീസാവാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ മാറ്റ്നി പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെ. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എടുത്ത ഒരു നല്ല സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവർക്കും ഒരുപോലെ, യൂത്തിനും കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും. കോളേജ് ലൈഫ് മിസ്സായവർക്കൊക്കെ വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറിയുടെ പോക്ക്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. മിസ് ചെയ്യരുത്, കാണണം, തീർച്ചയായും കാണണം. ഇതിലൊരുപാട് പുതുമുഖ ആളുകളുണ്ട്, അവരുടെയൊക്കെ ലൈഫാണ്. നമ്മുടെ നായിക പുതിയതാണ്, അതുപോലെ ഒത്തിരി പിന്നെ വേറെയും ആർട്ടിസ്റ്റുകളും ആയിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായും കാണണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ മെയ് 9 ഒരു വടക്കൻ പ്രണയപർവം റിലീസാകുമ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫണ്ണി ആയിരുന്നു. താങ്ക് യു സോ മച്ച്.